ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അമൂറ് മീൻ വെച്ചിട്ടാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിഷ് ബിരിയാണി ട്രൈ ചെയ്യുന്നത്. ബട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇനി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊന്ന് മീൻ മസാല തേച്ച് വെക്കാം. അപ്പോൾ ഞാനിതാ മീനൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല തേക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മീനിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇത് മാത്രം തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അത് വേണമെങ്കിൽ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഇത് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീനിലേക്ക് ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ നല്ല പിടിച്ച് കിട്ടും. അപ്പോൾ അതാ 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂണ് സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം പുളി കുറവായതുകൊണ്ട് ഞാൻ ഒരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മസാലയിൽ മാറ്റമൊക്കെ വരുത്താം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ മസാലകളൊക്കെ കൂടി നമ്മൾ ഈ മീനിന് പുറത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇതെല്ലാം മസാല ഒക്കെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ മീനിൽ കുറച്ച് നേരം വെക്കുമ്പോൾ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ അല്ല നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ മീനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഏകദേശം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിടാം. അപ്പോൾ അങ്ങനെ 2 സൈഡും നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 80% ഫ്രൈ ആയാൽ മതി. കാരണം ബാക്കി നമ്മൾ കുറച്ച് നേരം മസാലയിലിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിയുടെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത്, അതായത് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഏലക്ക, 2 പട്ട, പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു വലിയ സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഇനി ഇത് കുറച്ച് ഉപ്പ് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 4 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നല്ല രീതിയിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്നാണെങ്കിൽ, അതായത് വലിയ സൈസിലുള്ളതാണെങ്കിൽ 1 മതി. പിന്നെ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതാ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളികൾ അങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം.
അപ്പോൾ അതാ കുറച്ച് നേരമായിട്ടുണ്ട്. തക്കാളിയൊക്കെ ആ തോലൊക്കെ വിട്ട് വരുന്നൊരു രീതിയിലായിട്ടുണ്ട്. പിന്നെ ഇത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അത് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. പിന്നെ ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 പിടി മല്ലിയും പുതിനയും, അതായത് ചെപ്പും പുതിനയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് പകരം നാരങ്ങാനീരുണ്ടെങ്കിൽ 1/2, അതായത് പകുതി നാരങ്ങാനീര് മതിയാവും. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതാ നല്ല രീതിയിൽ മസാല എല്ലാതും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അമൂർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മസാല ഒക്കെ ഇതിന് മുകളിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി കുറച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മീനുമിലൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി റൈസ് ആണെങ്കിൽ അതായാലും മതി. ഇനി ഇത് മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെപ്പ് പുതിനയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മീനും ചേർത്തിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ബൈ.